ഡിനു തോമസ് എഴുതി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ബിജു മേനോൻ, ജോജു ജോർജ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ഒരു യൂഷ്വൽ ജിത്തു ജോസഫ് ത്രില്ലർ എക്സ്പെക്ട് ചെയ്താണ് നമ്മൾ ചെല്ലുന്നതെന്നുണ്ടെങ്കിലും എക്സാക്ട് അല്ലെന്നുണ്ടെങ്കിൽ പോലും പുള്ളിക്കാരൻ ചെയ്യുന്ന ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, അതായത് ഫാമിലിയെ ആഡ് ചെയ്യുക, അതിനൊപ്പം ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, അല്ലെങ്കിൽ ആ ഒരു ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഫാമിലിനെ റിവെഞ്ച് ചെയ്യാനായിട്ട് ആ ഫാമിലിയിൽ ഒരാൾ മുൻകൈ എടുക്കുക, പാരലലി പോലീസിന് അന്വേഷണം നടക്കുക, അങ്ങനെ ഒരു യൂഷ്വൽ ടെംപ്ലേറ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതെങ്കിലും കുറച്ചുകൂടെ ഇമോഷണലി ഈ ക്യാരക്ടേഴ്സിനെ ഡീൽ ചെയ്തിരിക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷേ അത് എത്രത്തോളം പ്രേക്ഷകരിലേക്ക് അത് കണക്റ്റഡ് ആയി എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. മെയിനായിട്ട് ഈ ഒരു മൂവിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ബിജു മേനോന്റെയും അതുപോലെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന്റെയും ജോജുവിന്റെ ഒക്കെ ആണെങ്കിലും ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസുകളാണ്. അതിനകത്ത് ബിജു മേനോന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. ബിക്കോസ് പുള്ളിക്കാരനൊരു ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ് മൂവിയിൽ വരുന്നത്. അത് പുള്ളി നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്നു മൂവിക്ക്. ഒത്തിരി ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നും യൂഷ്വലി ജിത്തു ജോസഫ് ചെയ്യുന്ന പോലെ ഒന്നും ഈ മൂവിയിൽ ചെയ്തിട്ടില്ല. അറ്റ് സം പോയിന്റ് നമുക്ക് ഓൾറെഡി കൺവേ ആവും ആരാണ് ക്രിമിനൽ എന്നുള്ള കാര്യം നമുക്ക് കൺവേ ആവും. എന്നിരുന്നാലും ഫസ്റ്റ് ഹാഫ് ഒരു സ്ലോ പേസ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും സെക്കൻഡ് ഹാഫ് നമ്മളെ എന്താ പറയുക, കുറച്ച് ത്രില്ലിംഗ് ആയി അല്ലെങ്കിൽ കുറച്ച് എൻഗേജിങ് ആയിട്ട് നമ്മളെ ഓഡിയൻസിനെ വെക്കാൻ പറ്റിയിട്ടുണ്ട് മൂവിക്ക്. കുട്ടിക്കാനം അല്ലെങ്കിൽ ഏലപ്പാറ ആ ഒരു ഏരിയയിലൊക്കെയാണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് സിനിമാറ്റോഗ്രാഫേഴ്സ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും മൂവിയുടെ ഒരു ഇമോഷൻ നമുക്ക് കൺവേ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നതാണെങ്കിലും. പിന്നെ അങ്ങനെ എക്സെൻട്രിക് ആയി നിൽക്കുന്ന ഒരു ക്യാമറ ഷോട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകമായിട്ട് ഇതിനകത്ത് കണ്ടില്ല. ഇപ്പൊ കൂമനിലോ അല്ലെങ്കിൽ മിറാജിലോ ഒക്കെ കണ്ട പോലത്തെ അങ്ങനെ സർട്ടൻ റോപ്പിൽ ക്യാമറ പോകുന്ന അങ്ങനത്തെ സർട്ടൻ ഷോട്ടുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് അങ്ങനെ പ്രത്യേകമായി കണ്ടില്ല. അതുപോലെ ബാഡ് പാരന്റിങ് എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ആ ഒരു ബാഡ് പാരന്റിങ് കാരണം ഉണ്ടാവുന്ന ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറച്ച് ഡെപ്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജും കൂടെ മൂവിയിലൂടെ അവർ കൺവേ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് അപാകതയായിട്ട് തോന്നിയത്, അത് സ്ക്രിപ്റ്റിന്റെ കുറച്ച് അപാകത എനിക്ക് ഫീൽ ചെയ്തത്, ലൈക്ക് നമ്മൾ ഇപ്പോ ആക്ഷൻ ഹീറോ ബിജു അല്ലെങ്കിൽ ഈ അടുത്തിറങ്ങിയ പല ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസോ അല്ലെങ്കിൽ പോലീസ് സ്റ്റോറീസിലോ ഒക്കെ നമ്മൾ ഒരു സ്റ്റേഷൻ ആംബിയൻസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമ്മൾ പണ്ട് മൂവിയിൽ കണ്ടുവന്നിരുന്ന ഒരു പോലീസ് സ്റ്റേഷന്റെ ടെംപ്ലേറ്റ് അല്ല ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ വരുന്ന എല്ലാ പോലീസ് സ്റ്റേഷൻസും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷൻസ് ആണ് നമുക്ക് മൂവിയിൽ കാണാൻ കഴിയുന്നത്, എല്ലാ മൂവീസും. പക്ഷെ ഈ ഒരു മൂവിയിലേക്ക് വരുമ്പോഴേക്കും ഈ സ്റ്റേഷന്റെ അകത്ത് നടക്കുന്ന ചില സംഭവങ്ങൾ ആസ് എ വ്യൂവർ അല്ലെങ്കിൽ ആസ് എൻ ഓഡിയൻസ് എനിക്ക് പേഴ്സണലി ഞാൻ ചിന്തിച്ചു, അതെന്താ അവരങ്ങനെ ബിഹേവ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേഷനിൽ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴേക്കും എന്തുകൊണ്ടാണ് ബാക്കിയുള്ള പോലീസുകാർ ഇങ്ങനെ ബിഹേവ് ചെയ്തത് എന്ന് നമുക്ക് നമ്മുടെ ലോജിക്കൽ മൈൻഡിൽ നമുക്ക് സമയത്ത് തോന്നും. അപ്പൊ അങ്ങനെ സർട്ടൻ ലോജിക്കൽ മിസ്റ്റേക്സ് മൂവിയിൽ കണ്ട പോലെ എനിക്ക് തോന്നി. ആൻഡ് അത് സർട്ടൻ ഒന്നോ രണ്ടോ ഡയലോഗ്സ് ആഡ് ചെയ്തിരുന്നെങ്കിൽ ഒഴിവാക്കി കളയാമായിരുന്ന ലോജിക്കൽ മിസ്റ്റേക്സ് ആണെന്ന് എനിക്ക് തോന്നി. ഇതൊരു ത്രില്ലർ മൂവി അല്ലെന്ന് അവർ ആദ്യമേ തന്നെ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ് എന്നാണ് അവർ പറഞ്ഞത്. സോ ആ ഇൻവെസ്റ്റിഗേഷൻ എന്ന ഇത് വരുമ്പോൾ തന്നെ അതിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലത്തെ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ഒരു ത്രില്ലർ എലമെന്റ് അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് എലമെന്റ്സ് ഒന്നും മൂവിയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു യൂഷ്വൽ നോർമൽ സ്റ്റോറി, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി. പിന്നെ നമ്മൾ ഈ അടുത്ത് തന്നെ നമ്മൾ ഒരു തമിഴ് മൂവിയിൽ കണ്ട ഒരു ടെംപ്ലേറ്റ് ഇവർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് അയാള് മരിക്കുന്നതിന് മുന്നേ തന്നെ റിവെഞ്ചിനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് അതിനു മുന്നേ മനോരമ മാക്സിൽ വന്നിട്ടുള്ള ഒരു സീരീസിൽ ഓൾറെഡി വന്നൊരു സെയിം സ്റ്റോറിയുമായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ പിന്നെ അങ്ങനെയുള്ള ടെംപ്ലേറ്റുകൾ നമ്മൾ ഒത്തിരി മൂവീസിൽ കണ്ടിട്ടുള്ളതാണ്. ലൈക്ക് മരിക്കുന്നതിന് മുന്നേ തന്നെ റിവെഞ്ചിനുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് മരിക്കുക, അങ്ങനത്തെ കുറച്ച് എലമെന്റ്സ് ഒക്കെ ഈ മൂവിയിൽ വരുന്നുണ്ട്. അതൊരു റിപ്പീറ്റഡ് സീൻസ് ആണ്. അപ്പൊ അതുകൊണ്ടൊരു ഒരു പുതുമയുള്ള സംഭവങ്ങൾ മൂവിയിൽ അങ്ങനെ ഒന്നും തന്നെ കണ്ടില്ല. നമ്മൾ യൂഷ്വൽ കാണുന്ന ഒരു രീതി തന്നെ.
പിന്നെ ഇടയ്ക്ക് അറ്റ് സം പോയിന്റ്സ് ഈ ക്യാരക്ടേഴ്സിന്റെ പേരിങ്ങനെ, അതായത് പല ക്യാരക്ടേഴ്സിന്റെ പേരിങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ പല ക്യാരക്ടേഴ്സിന്റെ പേരിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോഴേക്കും നമുക്ക് അവിടെ മിക്സപ്പ് ആയി പോകുന്നത്. ഞങ്ങൾ തന്നെ മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് ഓക്കെ ഒത്തിരി ക്യാരക്ടേഴ്സിന്റെ പേര് വരുന്നുണ്ട്, സോ ശ്രദ്ധിച്ചിരുന്നോ എന്നുള്ള രീതിയിൽ എൻ്റെ കോ വാച്ചേഴ്സിനൊപ്പം ഞാൻ സംസാരിച്ചു. ബിക്കോസ് കാരണം ഒത്തിരി ക്യാരക്ടേഴ്സ് വരുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചില സാധ്യതകളുണ്ട്. സോ അതുകൊണ്ട് അങ്ങനെയുള്ള സെർട്ടൻ കോൺവെർസേഷൻ സീൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ആൻഡ് ഈ ബിജുമേനോന്റെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും ഐ ഫെൽറ്റ് ദാറ്റ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ യൂഷ്വലി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ ആസ് എ കോപ്പ് അല്ലെങ്കിൽ ആസ് എ ഫാദർ അയാൾ അങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ അങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യുക എന്നുള്ള ഒരു ഒരു തോട്ട് എനിക്കിങ്ങനെ പേഴ്സണലി തോന്നി. അല്ലെങ്കിൽ ഓക്കെ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴേക്കും അയാൾ അങ്ങനെ നോക്കിക്കുകയുള്ളൂ, സോ എന്തായിരിക്കും അയാൾ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അങ്ങനെ ചെയ്യുള്ളൂ എന്ന് നമുക്ക് തോന്നുന്നൊരു സർട്ടൻ കാര്യങ്ങൾ സ്ക്രീനിൽ കണ്ട പോലെ തോന്നി. ബട്ട് ഓവറോൾ നല്ലൊരു വാച്ചായിരുന്നു. സോ ഇതൊക്കെയാണ് എൻ്റെ ഒപ്പീനിയൻസ്. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.